അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻ കേക്കാണിത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഞാൻ ഈ ഒരു ജാറിലോട്ട് ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3/4 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. പാലെടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരിക്കലും തണുത്ത പാൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ചൂടുള്ള പാലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഞാനിവിടെ 1 ഗ്ലാസ് അളവിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 7 മീഡിയം സൈസിലുള്ള പാൻ കേക്ക് വരെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു ചെറിയ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് കുറച്ചൊരു വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 1.5 ഗ്ലാസ്സൊക്കെ എടുത്താൽ നമുക്കൊരു 7 പാൻ കേക്ക് വരെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ലൈറ്റായിട്ടുള്ള മധുരം മാത്രം മതി ഈ ഒരു പാൻ കേക്കിന്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലൊട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിന് മുമ്പേ ഞാൻ ഇതിലേക്കൊരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മധുരത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ കൂടെ എക്സ്ട്രാ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ കയ്യിലുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂണോളം വിനിഗർ, അതായത് സുർക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പാൻ കേക്ക് കുറച്ചൊരു സോഫ്റ്റായിട്ട് കിട്ടാനും അതേപോലെ കുറച്ചൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു 10 സെക്കൻഡ് മാത്രം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ സമയം നമ്മൾ ബേക്കിംഗ് പൗഡറും അതേപോലെ ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 തുള്ളി ഓയിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഓയിൽ ഈ ഒരു പാനൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ ഒരു ഓയിൽ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഓയിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തവി വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് കോരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ 2 ലെയറായിട്ട് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഒരു പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നന്നായിട്ട് ഹോൾസ് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് മുതൽ അവസാനം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കാൻ പാടില്ല. ഇപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡോ വെച്ച് കൊടുത്താൽ മതിയാവും. കാരണം ഓൾറെഡി നമ്മുടെ ഈ ഒരു പാൻ കേക്ക് വെന്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഒരു പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് തന്നെ നമുക്ക് മാക്സിമം ഒരു 1.5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ മാത്രം മതിയാവും. ഇനി നമുക്കിത് പുറത്തോട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇതേപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പാൻ കേക്കും ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്